കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് 287 ദിവസമായുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊരു വലിയ വാർത്തയാണ് ബഹിരാകാശത്ത്. നമുക്കറിയാം സുനിത വില്യംസ് ഒരു ഇന്ത്യൻ ബന്ധം കൂടിയുള്ളൊരു വനിതയാണ്. അതിനപ്പുറത്ത് വലിയ വാർത്തകൾ. അത് മനോരമ പത്രങ്ങളിലേക്ക് തന്നെ പോകാം. മനോരമ വളരെ മനോഹരമായ ഒന്നാം പേജ് അത് ലേഔട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡിങ് കൂടി തലവാചകം കൂടി വളരെ മനോഹരമാണ്. വിണ്ണൈ താണ്ടി നീവ, ഒരു സിനിമ ഡയലോഗ് പേരിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ പേര് വരുന്നത്. വിണ്ണൈ താണ്ടി നീവ എന്ന് പറയുമ്പോൾ അത് 287 ദിവസത്തെ വലിയ കാത്തിരിപ്പിനെ വലുതായി തന്നെയാണ് പറയുന്നത്. ഒന്നാം പേജ് മുഴുവൻ അതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. മനോഹരമായ ചിത്രം, അത് വലിയ ഇൻഫോഗ്രാഫിക്സിൽ വിശദമായി തന്നെ ഇത് കൊടുക്കുന്നു. ഏതാണ്ട് 7-8 മൊഡ്യൂളുകളിലായി അത് കൊടുക്കുന്നതിന് മനോരമ അതിനെ വലിയ രൂപത്തിൽ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30 യാത്രാപേടകം ബഹിരാകാശ നിലയം വിടും. നാളെ പുലർച്ചെ 3:30 ഭൂമിയിൽ. വളരെ വിശദമായ വാർത്തകൾ. ഒന്നാം പേജിൽ തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിനെ ഇൻട്രോ ഇങ്ങനെയാണത്, അത് വായിക്കാതെ പോകാൻ നിർവാഹമില്ല. ഗ്രീസിൻ്റെ ഇതിഹാസക്കാരനായ ഹോമർ എഴുതിയ ഒഡീസിയിൽ ട്രോജൻ യുദ്ധം കഴിഞ്ഞ് ഗ്രീക്ക് നായകൻ ഒഡീസിയൂസ് ജന്മനാടായ ഇത്താക്കയിലേക്ക് തിരിച്ചെത്തുന്നതാണ് പ്രമേയം. അതിൽ തുടങ്ങി പിന്നീട് ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ വലിയ സാധ്യതകൾ, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നു. ഇനി ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പോകുന്നതിൻ്റെ സാധ്യതകളെയും അത് വിശകലനം ചെയ്തുകൊണ്ടാണ് ഒന്നാം പേജ് മനോരമ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഡിസൈൻ ഒരുപക്ഷെ കുറച്ച് നാൾക്ക് ശേഷം മലയാളത്തിലെ ഒരു മാധ്യമ രംഗത്ത് ആ രൂപത്തിലുള്ള ഡിസൈനിങ് അങ്ങനെ ആയിരുന്നു എന്ന് വേണം കാണാൻ. അത് കേരള കൗമുദി കുറച്ചും കൂടി, കേരള കൗമുദി ഒന്നാം പേജ് മുഴുവൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഡിസൈൻ നന്നായിട്ടുണ്ട്, വാർത്തകൾ നന്നായിട്ടുണ്ട്, ഭൂമിയിലേക്കുള്ള പ്രയാണം അതൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒന്നാം പേജിൽ മനോരമയേക്കാൾ ഒന്നുകൂടി ഇൻഫോഗ്രാഫിക്സ് നിറയ്ക്കാൻ കേരള കൗമുദി ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സുനിതയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതായത് ഈ ബഹിരാകാശത്ത് പോകുന്ന ആളുകൾ അവരെന്തിനാണ് പോകുന്നത്, ഒരുപക്ഷെ വലിയ വിവരങ്ങൾ ലോകത്തിന് സമ്മാനിക്കാൻ എന്നൊക്കെ നമുക്കറിയാം. ബഹിരാകാശ യാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂൾ കാലം മുതൽ പഠിക്കുന്നതാണ്. പക്ഷേ ഇതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായ എന്ത് മെച്ചം എന്ന രൂപത്തിലുള്ള ചർച്ചകൾക്കുള്ള ഉത്തരം കൂടി കൗമുദി ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട്. സുനിതയ്ക്ക് ലഭിക്കുന്ന 9 മാസത്തെ പ്രതിഫലം എത്രയാണെന്നൊക്കെ വളരെ വിശദമായി ഏതാണ്ട് 1.06 കോടിക്കിടയിൽ ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ചും കൂടി വിവരങ്ങൾ നിറഞ്ഞതാണ്. ഭൂമിയിൽ അവർക്ക് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, അതായത് ഇത്രയും ദിവസം ബഹിരാകാശത്ത് നിന്ന ഒരാൾ ഭൂമിയിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ചും പറയുന്നുണ്ട്. എല്ലാ പത്രങ്ങളും വളരെ വിശദമായി പറയുന്നുണ്ട്. സുപ്രഭാതം ഒന്നുകൂടി വിശദമാക്കിയാൽ അത് നാസ ടിവിയും നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റും നാസ യൂട്യൂബ് ചാനലും ഇതൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എന്നൊരു വിവരം കൂടി കൊടുക്കുന്നുണ്ട്. അത് ഈ പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ അതിനെ വളരെ വിശദമായി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ. അതോടൊപ്പം തന്നെ നേരത്തെ സേതു പറഞ്ഞ മുനമ്പം ഒരു വലിയ വിഷയമാണ്. കേരളത്തിലെ ഒരു ഭൂമി പ്രശ്നം മാത്രമല്ല അത്. അതുകൊണ്ട് തന്നെ ഒന്നാം പേജിൽ ആ മുനമ്പം കമ്മീഷൻ റദ്ദാക്കിയതിനെ ഒന്നാം പേജിൽ നമ്മുടെ പത്രങ്ങളെല്ലാവരും ആ അർത്ഥത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മുനമ്പം കമ്മീഷൻ റദ്ദാക്കി എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ, അത് സർക്കാരിന് തിരിച്ചടി എന്നൊരു വരി കൂടി അവർ ചേർക്കുന്നുണ്ട്. കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഇത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഭൂമി ഫാറൂഖ് കോളേജിന് കൈമാറിക്കൊണ്ടുള്ള മുഹമ്മദ് സിദ്ദിഖ് സയ്യിദിൻ്റെ 950 ആധാരം വഖഫാണെന്നും ഈ ട്രൈബ്യൂണലിനാണ് അധികാരം എന്ന രൂപത്തിൽ, അതായത് കോടതി പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് നിർത്താൻ, അക്കമിട്ട് പറയാൻ, അതായത് എന്താണ് എന്ന് കോടതി ഈ വഖഫ് അല്ലെങ്കിൽ മുനമ്പം കമ്മീഷനെ റദ്ദാക്കിയത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കമ്മീഷൻ എന്തുകൊണ്ട് റദ്ദാക്കപ്പെട്ടു എന്ന് പറയാൻ, എന്ന് വിശദീകരിക്കാൻ ആ കോടതി പറഞ്ഞ കാര്യങ്ങളെ അക്കമിട്ട് 3 പോയിന്റുകളായി പറയുന്നുണ്ട്. മാതൃഭൂമിയേക്കാൾ മനോരമ അതിനകത്ത് സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യം, അതായത് ഇനി സർക്കാരിന് മുന്നിലുള്ള 3 പോംവഴികൾ അതെന്തൊക്കെയാണെന്ന് മനോരമ 7-ാം പേജിൽ പറയുന്നുണ്ട് വളരെ വിശദമായിട്ട്. അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകാം അടക്കമുള്ള 3 കാര്യങ്ങൾ. ഒരുപക്ഷെ സർക്കാരിന് മാത്രമല്ല ഈ രംഗത്ത് നിൽക്കുന്ന ആളുകൾ കൂടി അത് വലിയ ഒരു വിവരപ്രദായകമായ കാര്യമായിട്ടാണ് വേണം നമുക്ക് കാണാൻ. അതാണ് മുനമ്പവുമായി ബന്ധപ്പെട്ട്. മുനമ്പത്തെ സുപ്രഭാതവും മാധ്യമവും വളരെ സീരിയസ് ആയി കണ്ടിട്ടുണ്ട് ആ വാർത്തയെയും ആ കമ്മീഷൻ നിയമവിരുദ്ധമെന്ന് കോടതി പറഞ്ഞതിനെയും ഹൈക്കോടതി പരിഗണിച്ച കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതൽ വിശദമായി സുപ്രഭാതം പറയുന്നത്. മാധ്യമവും ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളതെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. മറ്റൊരു കോടതി വാർത്ത കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇത് ഹൈക്കോടതിയിൽ നിന്നാണെങ്കിൽ മറ്റൊന്ന് സുപ്രീം കോടതിയിൽ നിന്നാണ്. ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടാണ്. മലയാളിയുടെ വളരെ വൈകാരികമായ വിഷയമായിട്ടാണ് സുപ്രീം കോടതി അതിനെ കണ്ടിട്ടുള്ളതെന്ന് വേണം കാണാൻ. ഹൈക്കോടതി ആന എഴുന്നള്ളത്ത് അതിൻ്റെ ആ വിഷയങ്ങളിൽ പരിഗണിച്ച വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ആന എഴുന്നള്ളത്ത് ഒരു സംസ്കാരമാണ് എന്ന രൂപത്തിലാണ് സുപ്രീം കോടതി ഇതിനെ കാണുന്നത്. നാട്ടാന സർവേക്ക് ഉൾപ്പെടെ സ്റ്റേ ഉണ്ട്. അതുമാത്രവുമല്ല, ഈ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സുപ്രീം കോടതി എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആനകളെ അനുവദിക്കരുത്, പുതുതായി ഒരു ലൈസൻസും കൊടുക്കരുത് തുടങ്ങിയ ഹൈക്കോടതി വിധികളെയൊക്കെ സ്റ്റേ ചെയ്യുന്ന രൂപത്തിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. പക്ഷേ നടപടികൾ മരവിപ്പിച്ചിട്ടില്ല എന്ന് വേണം കാണാൻ. ഇതിൽ ഏറ്റവും പ്രധാനം ഹൈക്കോടതിയുടെ ഈ തീരുമാനം, അതായത് ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന ഇനി ഒരു പൂരക്കാലം കേരളത്തിൽ വരാൻ പോകുന്നു, തൃശ്ശൂർ പൂരം വരാൻ പോകുന്നു, അടക്കം വലിയ പൂരങ്ങൾ നടക്കാൻ പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ സുപ്രീം കോടതിയുടെ വിധിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ പത്രങ്ങളെല്ലാവരും ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ അതിനെ കൊടുത്തിട്ടുണ്ട്
കൊടുത്തിട്ടുണ്ട്. ഈ ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിനെ സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. കാരണം സംസ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവിനെ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മലയാള പത്രങ്ങൾ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊരു വാർത്ത മലയാളികൾക്കേറെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വിടവാങ്ങി എന്നുള്ളതാണ്. നമുക്കറിയാം ആരായിരുന്നു മങ്കൊമ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പാട്ടിൻ്റെ എല്ലാ പത്രങ്ങളും വലിയ പാട്ടിൻ്റെ ലക്ഷാർച്ചന എന്നുള്ളതാണ് മാതൃഭൂമി അവരുടെ 10-ാം പേജിൽ കൊടുക്കുന്നത്. ലക്ഷാർച്ചന ആ പാട്ട് കൊണ്ട് തന്നെ വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ. ആ പാട്ട് കൊണ്ടല്ല, ഒരുപാട് ആയിരക്കണക്കിന് ഗാനങ്ങൾ എഴുതി മലയാളിയുടെ ഹൃദയത്തിൽ ചേക്കേറിയ ഒരു മഹാനുഭാവൻ. വയലാറൊക്കെ നിറഞ്ഞു നിന്ന കാലത്ത്, ശ്രീകുമാരൻ തമ്പി നിറഞ്ഞു നിന്ന കാലത്ത്, ബി ഭാസ്കരൻ മാഷ് നിറഞ്ഞു നിന്ന കാലത്ത് അവർക്കൊപ്പം പാട്ടെഴുതി മലയാളിയുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ വിടവാങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കാവാലം നാരായണ പണിക്കർക്ക് ശേഷം ആ നാട്ടിൽ നിന്ന്, കുട്ടനാട്ടിൽ നിന്ന് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ മങ്കൊമ്പ് എന്ന പേര് കൂടി സ്വന്തം പേരിനൊപ്പം ചേർത്ത് കുട്ടനാടിനെ കൂടി ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം വിടവാങ്ങിയൊരു വാർത്ത വലിയ വാർത്തയായി തന്നെയാണ് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുള്ളത്. ഒരു പാട്ടിൽ അദ്ദേഹത്തിൽ, അത് മാതൃഭൂമി ഈ വാർത്തയിൽ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ചെറുപ്പക്കാർക്ക്, യുവതലമുറയ്ക്ക്, 90s കിഡ്സിന് ശേഷമുള്ളവർക്കൊക്കെ ഈ ബാഹുബലിയുമായി ബന്ധപ്പെട്ടാണ്, ബാഹുബലിക്ക് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ ചെറുപ്പക്കാർക്കൊക്കെ പരിചയമുണ്ടാകുക. അങ്ങനെയല്ല മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ അറിയപ്പെടേണ്ടത് എന്ന കാര്യം വളരെ വിശദമായ എല്ലാ പത്രങ്ങളും പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്, അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് തോന്നിയത്, അദ്ദേഹം ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു പാട്ട് എഴുതി. ആ പാട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്കെതിരെ ആയിപ്പോയി എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. അതിനുശേഷം അതിനെ മറികടക്കാൻ, അതൊരു പേടിയാണല്ലോ, പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയാൽ എന്ത് സംഭവിക്കും, അതിനെ മറികടക്കാൻ ഒരു പാട്ട് കൂടി എഴുതി അത് ഇന്ദിരാഗാന്ധിക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്തൊരു കഥ, ഒരു പാട്ടിൽ ഒരുപാട് പാടുപെട്ട് എന്ന് പറഞ്ഞ് മാതൃഭൂമി 10-ാം പേജിൽ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ എല്ലാവരും വായിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു സാഹിത്യകാരന്മാർ ആ കാലത്തെ നേരിട്ടത് എന്നൊക്കെ രൂപത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒന്നുകൂടിയാണത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വയലാറും, ഞാൻ നേരത്തെ പറഞ്ഞ വയലാറും ONVയും ശ്രീകുമാരൻ തമ്പിയും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത്, അതോടൊപ്പം തന്നെ G ദേവരാജനും V ദക്ഷിണാമൂർത്തിയും MK അർജുനനും സജീവമായിരുന്ന കാലത്ത് ഈ പേര് കൂടി, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന പേര് കൂടി സജീവമായിരുന്നു. അദ്ദേഹം എഴുതിയ പാട്ടുകൾ, അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം, രാജ്യത്ത് ഏറ്റവും ഏറെ ഡബ്ബിംഗ് ചിത്രങ്ങൾക്ക് തിരക്കഥയും ഗാനങ്ങളും ഒരുക്കിയ റെക്കോർഡ്, അതൊരു റെക്കോർഡ് തന്നെയാണ്. അതാണ് നമ്മളുടെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യം. അത് ചെറുപ്പക്കാരെ ഇത് കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ വലിയൊരു തലമുറയ്ക്കൊപ്പം, മഹാനുഭാവന്മാർക്കൊപ്പം നിന്ന്, അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പാട്ടുകൾ എഴുതി, കഥകൾ എഴുതി, സിനിമകൾ എഴുതിയ വ്യക്തിയായിരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം വിട പറയുന്നു. ആ വാർത്ത എല്ലാ പത്രങ്ങളും, പാട്ടിൻ്റെ ലക്ഷാർച്ചന എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്, കൊച്ചിയിലെ വീട്ടുപേര് ലക്ഷാർച്ചന എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് കൂടി ഓർക്കാതെ പോകാൻ നിർവാഹമില്ല എന്ന് വേണം നമുക്ക് കാണാൻ. ഇനി കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. ആ മറുപടികൾ ആദ്യം ഈ രമേശ് ചെന്നിത്തല ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് കാലാകാലങ്ങൾ തുടരുന്നതാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണം, ഈ മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടത് ചില ഒത്തുതീർപ്പുകൾക്ക് വേണ്ടിയാണ്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയുള്ള ഒത്തുതീർപ്പ് എന്നൊക്കെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് നമ്മളിത് ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. ദേശാഭിമാനി വളരെ പാർട്ടി പത്രം എന്ന നിലയിൽ വലിയ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമുള്ള വ്യക്തികൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകുമോ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ മറുപടികൾ ഒരുപാടുണ്ട്, അത് ഞാൻ എടുത്ത് പറയേണ്ടതുകൊണ്ട് പറഞ്ഞു പോകുന്നു. കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്ത് നാടിൻ്റെ പ്രശ്നങ്ങൾ എന്നും കൂടി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെന്നിത്തലയ്ക്കുള്ള മറുപടിയാണ്. മറ്റൊന്ന്, ഈ നമ്മൾ CPM സമ്മേളന കാലയളവിൽ പറഞ്ഞു പോയൊരു വിഷയമാണ് ഈ ഫാഷിസം എന്നുള്ളത്. അത് CPMൻ്റെ നയങ്ങളിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ, CPMന് BJPയുമായി വലിയ അടുപ്പം തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്ന രൂപത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ ഈ ഫാഷിസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അടിയന്തരാവസ്ഥയെ CPIM വിശേഷിപ്പിച്ചത് അമിതാധികാര വാഴ്ച എന്നായിരുന്നു. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയെ ഒരു അമിതാധികാര വാഴ്ച എന്ന് മാത്രമാണ്. അതായത്
മുഖ്യമന്ത്രി പറയുന്നത് CPM ഉപയോഗിക്കുന്ന പദങ്ങൾ അത് ശരിയായി അപഗ്രഥിച്ച് തന്നെയാണ് പറയുന്നത്. ആ പദങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ഫാഷിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPM BJPയുമായി പിന്നെ ഒത്തുപോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ BJP സർക്കാർ മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് CPM പറയുന്നു എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് ഈ CPM ഉപയോഗിക്കുന്ന പദങ്ങൾ ശരിയായി അപഗ്രഥിക്കാത്തത് കൊണ്ടാണ് എന്നും കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്നും കൂടി പറയാനുള്ളത്, മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, അത് വലിയ രാഷ്ട്രീയമല്ല, പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. ഈ തട്ടിപ്പിനിടയാക്കുന്ന കേരളത്തിൽ തുടർച്ചയായി നിരന്തരം സൈബർ തട്ടിപ്പുകൾ, അങ്ങനെ തട്ടിപ്പുകളുടെ ഒരു കുത്തൊഴുക്ക് ഇങ്ങനെ നടക്കുന്ന കാലത്ത് തട്ടിപ്പിനിടയാക്കുന്നത് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന മനോഭാവം മലയാളിക്കുള്ളത് കൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണെന്ന് തോന്നാതെ നിർവാഹമില്ല. നമ്മളിപ്പോൾ പറ്റിക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് നമ്മൾ സ്വയം ചെന്ന് വീഴുന്നതാണ്. അത് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത് തമാശയല്ല, കാര്യമായിട്ടാണെന്ന് വേണം കാണാൻ. ഇനിയൊന്നുള്ളത്, ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതറിയാം. വലിയ സമരം നടന്നു. ഇന്നലെ വെയിലേറ്റ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തകർ ചൂടേറ്റ് വീഴുന്ന അവസ്ഥയുണ്ടായി. അതിനൊപ്പം തന്നെ സർക്കാർ അവരുടെ ഈ ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം പിൻവലിച്ച് ഉത്തരവിറക്കി. അത് അവർക്ക് വലിയ ആശ്വാസമായി. അത് സമരത്തിൻ്റെ വിജയം എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ കൊടുത്തത്. സമരക്കാരും ആ രൂപത്തിലാണ് കണ്ടത്. പക്ഷേ അതിനുശേഷം അതിനെ പിന്നെ സർക്കാർ കാണുന്നത്, അല്ലെങ്കിൽ ദേശാഭിമാനി ദിനപത്രം കാണുന്നത്, ഈ ഓണറേറിയം പ്രഖ്യാപിച്ചത്, അതായത് ഉപാധിരഹിത ഓണറേറിയം പ്രഖ്യാപിച്ചത് ഒരു മാസം മുമ്പാണ് എന്നൊരു വാർത്ത. അതായത് ഈ സമരത്തിന് കിട്ടേണ്ട, സമരത്തെ തുടർന്നല്ല ഓണറേറിയം പ്രഖ്യാപിച്ചത്, അത് ഒരു മാസം മുമ്പ് തന്നെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്ന് ദേശാഭിമാനി 5-ാം പേജിൽ ഒരു ഓർഡറിൻ്റെ കോപ്പി അടക്കം കൊടുത്താണ് കാണിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ, അതായത് BJP കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അവർ നേടിയെടുത്തു എന്ന രൂപത്തിലാണ്. പക്ഷേ അങ്ങനെയല്ല. ഇത് ആശാ വർക്കേഴ്സ് ഫെഡറേഷനുമായും NHMുമായും ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഒരു മാസം മുമ്പാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നൊരു കാര്യം. അതായത് ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരത്തെ തുടർന്നല്ല എന്ന് സമർത്ഥിക്കാൻ ദേശാഭിമാനിയും സർക്കാരും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരം അവസാനിക്കുന്നില്ല. അവർ നിരാഹാര സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ള വാർത്തകൾ കൂടി എല്ലാ പത്രങ്ങളും വളരെ വലുതായി 1-ാം പേജിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നൊരു കാര്യം, ഈ സംസ്ഥാനം വളരെയധികം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നു പോവുകയാണ് എന്നറിയാം. ആ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ മാത്രമാണ് എന്ന രൂപത്തിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് എന്നും ഒരു ഭാഗം വാദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. തെലങ്കാന നമുക്കറിയാം ഹൈദരാബാദ് അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹബ്ബാണ്, IT ഹബ്ബ് കൂടിയാണ്. ഒരുപക്ഷെ വലിയ നികുതി സർക്കാരിന് ലഭിക്കുന്ന, ആഗോള ഭീമന്മാരായ IT ഭീമന്മാരൊക്കെ വന്ന് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ മേഖലയാണ് ഹൈദരാബാദ് തലസ്ഥാനമായിട്ടുള്ള തെലങ്കാന. ആ തെലങ്കാനയിൽ ഇപ്പോൾ ശമ്പളം വൈകുമെന്നും ജീവനക്കാർ സഹകരിക്കണമെന്നും തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞതായിട്ട് ദേശാഭിമാനി 7-ാം പേജിൽ വാർത്ത കൊടുക്കുന്നു. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടോ എന്ന് സമർത്ഥിക്കാനായിരിക്കണം ഈ വാർത്ത അവർ 7-ാം പേജിൽ കൊടുക്കുന്നത് എന്നുകൂടി കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇനി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത്, പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം അവർ ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ അടുത്ത കാലത്ത് കൂടുതലായി വരുന്നു. മുൻകാലങ്ങളിൽ റാഗിങ് പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റാഗിങ്ങിൻ്റെ ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ ഒരുപാട് ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിലൊരാൾ ഇന്നലെ മരിച്ചു. ഇത് കാസർഗോഡ് നിന്നുള്ള വാർത്തയാണ്. മനോരമ അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുനിത വില്യംസിൻ്റെ 1-ാം പേജ് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ, മാസ്റ്റർ പേജ് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ 1-ാം പേജിൽ വളരെ നന്നായി കൊടുത്തിട്ടുണ്ട് ആ വാർത്ത. നോവിൻ്റെ തടവിൽ നിന്ന് സാവിത്രി പറന്നകന്നു എന്നാണ് ആ വാർത്തയുടെ തലവാചകം. അതിങ്ങനെയാണ്: റാഗിംഗ് തകർത്ത മനസ്സുമായി 29 വർഷം ജീവിച്ച കാസർഗോഡ് സ്വദേശിനിയാണ്. അതായത് ഈ സംഭവം നടക്കുന്ന 1996-ലാണ്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പഠിക്കാൻ ചെന്ന ഈ സാവിത്രി എന്ന പെൺകുട്ടി ക്രൂരമായി റാഗിങ്ങിനിരയാകുന്നു. പിന്നീട് മാനസികമായി തകരുന്നു. അന്ന് കേസെടുത്തില്ല എന്നാണ് മനോരമ പറയുന്നത്. അതിനുശേഷം പിന്നീട് വീട്ടിൽ സ്വയം തടവിന് വിധിക്കപ്പെട്ട് കഴിയുന്നു. അതിനുശേഷം അവരുടെ കണ്ണ് സ്വയം ചൂഴ്ന്നെടുക്കുന്നു. അങ്ങനെ ദുരന്തങ്ങളിലേക്ക് പോകുന്നു. ഒടുവിൽ 29 വർഷം ആ വേദനയോടെ ജീവിച്ച സാവിത്രി മരണത്തിന് കീഴടങ്ങുന്നു എന്നൊരു വാർത്തയാണത്. മാതൃഭൂമിയും ആ വാർത്ത നന്നായി കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി, മാതൃഭൂമി 8-ാം പേജിലും ദേശാഭിമാനി 11-ാം പേജിലും ആ വാർത്ത കൈകാര്യം ചെയ്യുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന റാഗിംഗ് സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയും കേരളത്തിൽ നടന്നു പോയിരുന്നു. ഇതൊരു പക്ഷേ കേസെടുക്കാൻ പോലും അന്ന് തയ്യാറായിരുന്നില്ല
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 ഇതിനുശേഷം ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഈ വാർത്ത. അതൊരു വലിയ ഈ കാലത്ത് ഈ ലഹരിയും റാഗിങ്ങും ക്യാമ്പസുകളിൽ നിന്ന് മയക്കുമരുന്നും ഒക്കെ കഞ്ചാവും ഒക്കെ പിടിക്കുന്ന കാലത്ത് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വേണം കാണാൻ. അത് ഒന്നാം പേജിൽ മനോരമ കൊടുത്തു. മനോരമ അതിന് അഭിനന്ദിക്കാതെ നിർവാഹമില്ല. ആ വാർത്ത ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണെന്ന് വേണം കാണാൻ. ഇനി നമുക്ക് പത്രങ്ങളുടെ കായിക പേജുകളിലേക്ക് പോയാൽ IPL വളരെ മനോഹരമായി നടക്കാൻ പോകുന്നു. 22-നാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഓരോ വാർത്തയും പത്രങ്ങൾ വളരെ വലിയ കാര്യത്തോടു കൂടി തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നിപ്പോൾ IPL എന്താണ് എടുത്തു പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഈ MS ധോണിക്ക് ആരാധകർ ഒട്ടും കുറവല്ല എന്നറിയാം. ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്ത ഇന്ത്യയുടെ നായകനായിരുന്നു. നിത്യഹരിതൻ എന്ന രൂപത്തിൽ ധോണിയെക്കുറിച്ച് കൂടി ഒരു വലിയ സ്പോർട്സ് പേജിൽ വലിയൊരു കവറേജ് മനോരമ കൊടുത്തിട്ടുണ്ട്. സേതു, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള വാർത്തകൾ. ഒരുപക്ഷെ ഇനിയും ഒരുപാട് വാർത്തകൾ പത്രങ്ങൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിശകലനം ചെയ്യാനും ഏറെയുണ്ട്, പക്ഷേ അതിന് സമയം അനുവദിക്കുന്നില്ല. ശരി ശ്രീജിത്ത്, വന്ന വാർത്തകൾ ഇതിലും മനോഹരമായി മറ്റാർക്കെങ്കിലും വിശകലനം ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് സംശയമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ നാളെ ഇനി വീണ്ടും പ്രസ് സ്റ്റോപ്പുമായിട്ട് കണ്ടുമുട്ടാം.